എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. 2024 ക്രിസ്മസ് നാളുകളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ആകമാന ലോകത്തിനുള്ള സന്തോഷത്തിൻ്റെ വാർത്തയാണ് ക്രിസ്മസ് നമുക്ക് ലോകത്തിനും നൽകുന്നത്. സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷം എന്നാണ് മാലാഖമാർ പാടിയത്. അപ്പോൾ ക്രിസ്മസിൻ്റെ സന്തോഷവും സമാധാനവും ആകമാന മനുഷ്യകുലത്തിനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രിസ്മസ് ക്രിസ്ത്യാനികളുടെ മാത്രം ഒരു ആഘോഷമോ ഉത്സവമോ ദൈവിക പദ്ധതിയല്ല. ദൈവം ലോകത്തെയാണ് സ്നേഹിച്ചത്. എല്ലാ ലോകത്തിലെ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ്. ആ ഒരു വലിയ ചിന്ത നമുക്ക് നൽകുമ്പോൾ ക്രിസ്മസിൻ്റെ ഒരു സാർവത്രികത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ക്രിസ്മസ് ക്രിസ്ത്യാനികളുടേത് ആണെന്നും അത് ബാക്കി ഉള്ള നാനാജാതി മതസ്ഥരായ ആളുകൾ അതിനോട് ചേരുന്നു എന്ന് മാത്രമുള്ള ചുരുങ്ങിയ ഒരു ചിന്തയിലേക്ക് നമുക്ക് മാറുവാനായിട്ട് സാധ്യതയുണ്ട്. അതിന് ഒരു തിരുത്തലാണ് ദൂതന്മാരുടെ ഈ വലിയ വിശ്വവിഖ്യാതമായ പ്രസ്താവന അല്ലെങ്കിൽ പ്രഖ്യാപനം. സർവ്വജനവും സന്തോഷിക്കണം. എന്നാൽ ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, സർവ്വജനത്തിനും സന്തോഷിക്കാൻ ഒക്കുന്ന ഒരു കാലമല്ല, ഒരു പരിസ്ഥിതിയുമല്ല. ലോകത്തിലെ ചുരുക്കം അല്ലെങ്കിൽ ഒരു ചെറിയ ശതമാനം ആളുകൾ മാത്രമാണ് ഇന്ന് ഏതെങ്കിലും രീതിയിലുള്ള സന്തോഷം അനുഭവിക്കുന്നത്. ബഹുഭൂരിപക്ഷം വരുന്ന കോടാനുകോടി വരുന്ന ആളുകൾ സന്തോഷിക്കുന്നതിന് വകുപ്പില്ലാതെ നിവൃത്തിയില്ലാതെ അവരെ വേദനിക്കുകയും കരയുകയും ചെയ്യുകയാണ്. യുദ്ധത്തിൻ്റെ കെടുതിയിൽ വേദനപ്പെടുന്ന എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ, ഗാസയിൽ എത്രയോ കുഞ്ഞുങ്ങളും അമ്മമാരും മരണം വരിക്കുന്നു. എത്രയോ അമ്മമാരാണ് അവരുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പലായനം ചെയ്യേണ്ടി വരുന്നത്, അഭയാർത്ഥികളായിത്തീരുന്നത്. യുദ്ധം ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കെ യുദ്ധത്തിലൂടെ ലോകത്തെ കീഴടക്കി തങ്ങളുടെ സർവാധിപത്യവും ഏകാധിപത്യവും ഒക്കെ സ്ഥാപിക്കുന്നതിനുള്ള ദൈവനീതിക്ക് വിരുദ്ധമായിട്ടുള്ള വളരെ ലൗകികമായ ഒരു നീതിക്രമം ആണ് പലപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്നത്. ചുരുക്കത്തിൽ എല്ലാവരും സന്തോഷിക്കേണ്ട ലോകത്തിൽ കുറേ ആളുകൾ സന്തോഷിക്കുകയും ആ സന്തോഷത്തിൻ്റെ പേരിൽ ഏറെ ആളുകൾ ദുഃഖിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു വൈരുദ്ധ്യം ലോകത്തിലെങ്ങും ഇപ്പോൾ നിലനിൽക്കുകയാണ്. എല്ലാവരും സന്തോഷിക്കുമ്പോൾ മാത്രമേ ദൈവത്തിനും സന്തോഷിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ക്രിസ്മസ് ഒരർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ദൈവത്തെ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നുകൂടിയാണ്. ഒരു വീട്ടിൽ അപ്പൻ മാത്രം സന്തോഷിക്കുകയും അമ്മയും മക്കൾക്കും സന്തോഷിക്കാൻ ഇടയാകാതിരിക്കുകയും ചെയ്താൽ ആ വീട്ടിലൊരിക്കലും സന്തോഷവും സമാധാനവും നിലനിൽക്കുകയില്ല. മദ്യപിക്കുന്ന ഒരപ്പനാണെങ്കിൽ മദ്യപിക്കുമ്പോൾ കുറേ നേരത്തേക്ക് അദ്ദേഹത്തിന് ഒരു സന്തോഷമോ ഒരു കിക്കോ കിട്ടുന്നു. ആ സന്തോഷത്തിൽ അദ്ദേഹം ആമഗ്നനാകുന്നു. പക്ഷേ അമ്മയും മക്കളും കരയുകയാണ്. എല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കുമ്പോഴാണ് കുടുംബത്തിന് സന്തോഷമുള്ളത് എന്ന് പറഞ്ഞതുപോലെ ലോകത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം ഒരുപോലെ സന്തോഷിക്കുന്ന ഒരു കാലം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള സമർപ്പണത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും കാലമായിട്ട് നമുക്ക് ക്രിസ്മസിനെ കാണാൻ കഴിയണം. അങ്ങനെ അപ്പോഴാണ് ക്രിസ്മസ് അർത്ഥപൂർണമാകുന്നത്. രണ്ടാമതായിട്ട് ക്രിസ്മസിൻ്റെ ഈ സന്തോഷം ആർക്കൊക്കെയാണ് ആദ്യമായി അല്ലെങ്കിൽ യേശുവിൻ്റെ ജനന സമയത്ത് അറിയുവാനും അനുഭവിക്കുവാനും യേശു കുഞ്ഞിനെ കാണാനും സാധിച്ചത് എന്നുള്ള ഒരു അന്വേഷണം നമുക്ക് നടത്തിയാൽ ആദ്യമേ ഈ സന്തോഷത്തിൻ്റെ വാർത്ത അറിയുന്നത് കേൾക്കുന്നത് ആട്ടിടയന്മാരാണ്. ആട്ടിടയന്മാർ നമുക്കറിയാം, അവരെ വെളിമ്പ്രദേശത്ത് കൊടും തണുപ്പത്തും യാതൊരു സുരക്ഷിതവും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പാർക്കുന്നവരാണ്. അവർക്ക് ഒരിക്കലും ഒരു റിലീജിയസ് ആകാൻ കഴിയുകയില്ല. കാരണം അവർക്കൊരു പള്ളിയിൽ പോകാനോ
ഒരു വിശ്വാസ സമൂഹത്തോട് ചേർന്ന് നീങ്ങുന്നതിനും ഉള്ള അവസരങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. യഹൂദന്മാർ അവരെ അല്ലെങ്കിൽ യഹൂദ പാരമ്പര്യം അനുസരിച്ച് അവർ നിഷിദ്ധ വർഗത്തിൽപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കാണ് ആദ്യമായിട്ട് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ ലോകരക്ഷകൻ്റെ പിറവിയെക്കുറിച്ച് അറിവ് ലഭിക്കുന്നത്. അത് മഹത്തരമായ ഒരു കാഴ്ചയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ലോകത്തിൽ ഏറ്റവും ഉപേക്ഷിക്കപ്പെട്ട, ഏറ്റവും തള്ളപ്പെട്ട, സമൂഹത്തിൻ്റെ ഏറ്റവും അതിരുകളിൽ പാർക്കുന്ന ആളുകളെയാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവത്തിൻ്റെ ഈ വലിയ സന്ദേശം ലോകത്തെ അറിയിക്കുന്നത്. ഏറ്റവും അവഗണിക്കപ്പെടുന്നവനെ ദൈവം സ്വീകരിക്കുന്നു എന്നുള്ളതും അതാണ് ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ നിദർശനമെന്നും നമുക്ക് മനസ്സിലാകുകയാണ്. അരികുകളിലുള്ളവരെ ഏറ്റവും മധ്യത്തിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ജീവിതത്തിനൊരു അസ്തിത്വമുണ്ട്, അവരുടെ ജീവിതത്തിന് അർത്ഥമുണ്ട്, അവർ ദൈവമക്കളാണ് എന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് മാത്രമല്ല, ഈ നിരക്ഷര കുക്ഷികളായ ആട്ടിടയന്മാരോട് ദൈവദൂതൻ സംസാരിക്കുമ്പോൾ അവർ ആകാശവിധാനത്തിൽ നിന്ന് പാട്ടുകൾ പാടി ആണ് ഈ വാർത്ത അറിയിക്കുന്നത്. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിട്ടുള്ളവർക്ക്, അറിവിൻ്റെ ലോകം നിഷേധിക്കപ്പെട്ടിട്ടുള്ളവർക്ക്, അവർക്ക് ഈ ദൃശ്യഭാഷയിലൂടെ സംസാരിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്. അവർക്കൊരു ഭാഷ ആവശ്യമാണ്, അവർക്ക് ചില കാഴ്ചകൾ ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു അവരുടെ ലോകത്തിലേക്കെത്തി അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. രണ്ടാമത് നമ്മൾ കാണുന്നത് വിദ്വാൻമാരായ ആളുകളാണ് ഈ യേശു കുഞ്ഞിനെ കാണാൻ വരുന്നത്. വിദ്വാൻമാർ എന്ന് പറയുമ്പോൾ അവർ വൈസ് പീപ്പിളാണ്, വളരെ ബുദ്ധിശാലികളാണ്. അവർ ഈ ആകാശഗോളങ്ങളെയും നക്ഷത്രങ്ങളെയൊക്കെ കണ്ട് പഠിക്കുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ഈ അസ്ട്രോളജിയിൽ ഏറ്റവും വലിയ പാണ്ഡിത്യമുള്ള ആളുകളാണ്. അവർ നക്ഷത്രങ്ങളെ കണ്ടു. അവർക്ക് ഒരു അടയാളം കണ്ടാൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് അവർക്ക് നിശ്ചയമായിട്ടും സാധിക്കും. അതിന് വിശദീകരണങ്ങളോ പാട്ടുകളോ അവർക്ക് ആവശ്യമില്ല. അവർ ആ നക്ഷത്രത്തെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് അത് ഈ ലോകത്തിൻ്റെ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്നുള്ള ചിന്ത, കാഴ്ചയും അറിവും അവർക്ക് ലഭിക്കുകയും ആ അറിവ് അന്വേഷിച്ച് അവർ യാത്രയാവുകയും ഈ നക്ഷത്രം അവർക്കൊരു വഴികാട്ടിയായി തീരുകയും അവർ യേശു കുഞ്ഞിനെ കാണുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കാഴ്ചകളും ഒരുമിച്ച് ചേർത്താൽ, ആട്ടിടയന്മാരുടെയും വിദ്വാൻമാരുടെയും കാഴ്ചകൾ നമുക്ക് ഒരുമിച്ച് ചേർത്തെടുത്താൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തിലെ എല്ലാ മനുഷ്യൻ്റെയും അടിസ്ഥാന ആവശ്യം ആത്യന്തികമായി ദൈവത്തിൽ എത്തുക, ദൈവത്തെ അറിയുക, ദൈവത്തോട് ചേർന്ന് മാത്രമേ മനുഷ്യന് പൂർണ്ണ മനുഷ്യനായിട്ട് ജീവിക്കുവാനും ആയിത്തീരുവാനും കഴിയുകയുള്ളൂ എന്നുള്ള പരമമായ ഒരു സത്യമാണ്. ആട്ടിടയന്മാർ ഏറ്റവും അരികുകളിൽ പാർക്കുന്ന, വിദ്യാഭ്യാസം ഇല്ലാത്ത, ഭക്ഷണത്തിന് പോലും വിഷമിക്കുന്ന, മൃഗലോകവുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന, വെറും ഈ ഭൗമികർ അല്ലെങ്കിൽ ഭൗതികർ എന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകൾക്കും അവരുടെ അടിസ്ഥാന ആവശ്യം ദൈവമാണ്. ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ, ജ്ഞാനികളായിട്ടുള്ള ആളുകൾ, അവരും ആത്യന്തികമായി വന്നെത്തുന്നത് ഈ ലോകത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവത്തിങ്കിലേക്കാണ്. അതുകൊണ്ട് എല്ലാവർക്കും അടിസ്ഥാന ആവശ്യം ദൈവമാണ്. അത് നമ്മൾ പറയാറുണ്ട്, ഈ നമ്മളുടെ ഗോഡ് ഈസ് ദി ഗ്രൗണ്ട് ഓഫ് അവർ ബീയിങ്. നമ്മുടെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനം ദൈവമാണ്. ആ ദൈവത്തോടുള്ള കണക്ഷൻ, ബന്ധം സ്ഥാപിക്കുന്നതാണ് ഈ ക്രിസ്മസിൻ്റെ വലിയ ഒരു വെല്ലുവിളി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ ക്രിസ്തുവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ യേശു ക്രിസ്തുവിൽ നിന്ന് ഉള്ള ഒരു ഊർജ്ജമാണ് പിന്നെ നമുക്ക് ലഭിക്കുന്നത്, ഒരു ക്രിസ്റ്റിക് എനർജി, ക്രിസ്തുവിൻ്റെ ഊർജ്ജം. ക്രിസ്തുവിൻ്റെ ഊർജ്ജം എപ്പോഴും രക്ഷിക്കുന്ന ഊർജ്ജമാണ്. അത് എല്ലാവരെയും ഉന്മേഷഭരിതരാക്കുന്നതാണ്. അത് എല്ലാവർക്കും അവരുടെ രക്ഷ ലാക്കാക്കി പ്രവർത്തിക്കുന്ന ഒരു ഊർജ്ജമാണ്. അപ്പോൾ ക്രിസ്മസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ ഉയർത്തേണ്ടുന്ന ചോദ്യം, ആർ വി കറക്റ്റ്ലി കണക്റ്റഡ് ടു ക്രൈസ്റ്റ്? അതുകൊണ്ട് ഈ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം, അതിലൂടെ ലഭിക്കുന്ന ഊർജ്ജം, യേശു ക്രിസ്തു എങ്ങനെ ഈ ലോകത്തിൽ ജീവിച്ചുവോ അതുപോലെ ജീവിക്കാൻ, യേശു നടന്ന വഴികളിലൂടെ നടക്കുവാൻ, യേശു കണ്ട കാഴ്ചകൾ കാണുവാൻ, യേശു ആരെയൊക്കെ സ്പർശിച്ചുവോ അവരെ സ്പർശിക്കുവാൻ, അവൻ ആരെയൊക്കെയാണോ ചേർത്ത് നിർത്തത് അവരെ ചേർത്ത് പിടിക്കുവാനുള്ള അതീവ ദൈവികവും സ്നേഹനിർഭരവും
വിപ്ലവകരവുമായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ദൈവത്തെക്കാൾ അധികമായി മറ്റ് പലതിനെയും സ്നേഹിക്കുന്നു. ഒരു അതിഭൗതികതയുടെ ലോകമാണ്. വസ്തുക്കളാണ്, മാറ്ററാണ് ആത്യന്ത്യം എന്ന് ധരിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്യുന്നു. അപ്പോൾ ദൈവം ഒരു പ്രസക്തമല്ലാതെ വരുന്നു. വലിയ ബുദ്ധിമാന്മാരിൽ ഒരു നല്ല സംഘം ആളുകൾ ദൈവനിഷേധികളല്ലെങ്കിലും ദൈവം അവർക്ക് ഒരു വലിയ വിഷയമല്ല. ഗോഡ് ഈസ് എ നോൺ ഇഷ്യൂ ഫോർ ദം. നമ്മളും സത്യസന്ധമായി നോക്കിയാൽ, ഒരു ആവറേജ് ഒരു ക്രിസ്ത്യാനിയെ നോക്കിയാലും അവർക്ക് സൺഡേ സ്കൂളിനേക്കാൾ പ്രധാനം മൺഡേ സ്കൂളാണെന്ന് തോന്നുന്നതിൻ്റെ അർത്ഥം ഫെയ്ത്തിനേക്കാൾ റീസണാണ് വലുത്. ദൈവത്തെക്കാൾ ഈ ലോകവും അതിൻ്റെ മോഹങ്ങളും അതിൻ്റെ അധികാരങ്ങളും അംഗീകാരവും അവിടെ ലഭിക്കുന്ന പാണ്ഡിത്യവുമാണ് വലുതെന്ന് ധരിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്യുന്നിടത്ത് യേശു ക്രിസ്തുവിൻ്റെ ജനനം ഈ ലോകത്തോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അൾട്ടിമേറ്റായിട്ടുള്ളത്, ആത്യന്തികമായിട്ടുള്ളത് ദൈവമാണ്. ആ ദൈവത്തോടുള്ള ബന്ധത്തിലായിരിക്കണം എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും കൂടെ ദൈവത്തെ കൂടെ കൂട്ടിച്ചേർക്കുകയല്ല. എവരിത്തിങ് പ്ലസ് ഗോഡ് എന്നുള്ള ചിന്തയല്ല, ഗോഡ് പ്ലസ് എവരിത്തിങ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയും ഈ ഭാഗത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ക്രിസ്മസ്. ഈ ക്രിസ്മസിൽ യേശു ക്രിസ്തു ജനിക്കുന്നത് നമ്മൾ വായിക്കുന്നത് പുൽക്കൂടാണ്. പുൽക്കൂട് ഒരു തുറന്ന സ്ഥലമാണ്. തുറന്ന സ്ഥലത്ത് എല്ലാവർക്കും പ്രവേശനമുണ്ട്. പലപ്പോഴും ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും, യേശു ക്രിസ്തു ഒരു കൊട്ടാരത്തിലാണ്. അവൻ ദൈവങ്ങളുടെ ദൈവവും കർത്താക്കന്മാരുടെ കർത്താവും രാജാക്കന്മാരുടെ രാജാവും എന്ന് നമ്മൾ വാഴ്ത്തിപ്പുകഴ്ത്തുന്ന ഈ രക്ഷകനായ ദൈവം ഒരു കൊട്ടാരത്തിൽ പിറക്കണമായിരുന്നു എങ്കിൽ പിറക്കാമായിരുന്നു. അതെന്താണ് അങ്ങനെ ചെയ്യാഞ്ഞത് എന്ന് നമ്മൾ നോക്കിയാൽ ലളിതമായ ഉത്തരം, ഒരു കൊട്ടാരത്തിൽ ചെന്നെത്താവുന്നവർ വളരെ ചുരുങ്ങിയ ഒരു കൂട്ടം ആളുകളാണ്. അധികാരവും അംഗീകാരവും പ്രൗഢിയും പണവും ഒക്കെ ഉള്ള ആളുകൾക്കാണ്. അവിടെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രം എത്താം. എന്നാൽ പുൽക്കൂടിൽ എല്ലാവർക്കും വന്നു ചേരാവുന്ന സ്ഥലമാണ്. രാജാവിനും വരാം, പ്രജയ്ക്കും വരാവുന്ന സ്ഥലം. വലിയവർക്കും ചെറിയവർക്കും ആഗ്രഹിച്ചാൽ എത്തിച്ചേരാവുന്ന, നിസ്സാരമായി എത്തിച്ചേരാവുന്ന ഒരു സ്ഥലമാണ് ഈ പുൽക്കൂടെന്ന് പറയുന്നത്. അപ്പോൾ ഈ പുൽക്കൂട് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായ ഒരു വിശാലമായ എക്യുമെനിക്കൽ സെൻ്ററാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. എന്ന് മാത്രമല്ല, ഈ പുൽക്കൂട് ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും ചേർത്ത് പിടിക്കലിൻ്റെയും എല്ലാം ഒരു സ്ഥലമാണ്. ആ സ്ഥലമാണ് നമ്മുടെയൊക്കെ മനസ്സുകളായി രൂപാന്തരപ്പെടണം. നമ്മുടെ മനസ്സിലാണ് യേശു ജനിക്കേണ്ടത്. 1000 പ്രാവശ്യം ക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചാലും നമ്മുടെ ഹൃദയം ബേത്ലഹേമായി ദൈവവും നമ്മളും തമ്മിൽ കൃത്യമായി ബന്ധപ്പെട്ട് അവിടെ യേശുവിൻ്റെ സാന്നിധ്യം, ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നതിന് നമുക്ക് ഇടയാകേണ്ട ഒരു കാലമാണ് ഈ ക്രിസ്മസിൻ്റെ കാലം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കഴിഞ്ഞ വർഷവും നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചു. കഴിഞ്ഞ വർഷവും യേശു ക്രിസ്തു നമ്മിൽ ജനിച്ചു, ലോകത്തിൽ ജനിച്ചു. കഴിഞ്ഞ വർഷം നമ്മളിൽ ജനിച്ച യേശു ക്രിസ്തു ഇന്ന് എവിടെയാണ്? ആ യേശു ക്രിസ്തു ഇന്ന് 1 വയസ്സായോ? അല്ല, കഴിഞ്ഞ 5 കൊല്ലമായി ക്രിസ്മസ് ആഘോഷിക്കുന്നവർ 5 കൊല്ലം പ്രായമായ യേശു നമ്മളിലുണ്ടോ? ഒരിക്കലുമില്ല. ഓരോ പ്രാവശ്യം ക്രിസ്മസ് ആഘോഷിച്ച് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ആ ജനിച്ച രക്ഷകനായ യേശു നമ്മളിലില്ല. ആ രക്ഷകനെ നമ്മളിൽ വളരാൻ അനുവദിക്കണം. ആ രക്ഷകൻ ഈ ലോകത്തിൽ ജീവിച്ചതുപോലെ ജീവിക്കുവാൻ നമുക്കിടയാകണം. സുരക്ഷിതമായ ഒരു കാര്യമാണ്. വളരെ ചെറിയ പ്രായത്തിൽ ഈ കുഞ്ഞ് യാതൊരു ശല്യവും ആർക്കും ഉണ്ടാക്കുകയില്ല. നമ്മൾ കിടക്കുന്നിടത്ത് കിടത്തും, ശല്യമില്ലാതെ അവിടെ കിടന്നോളും. നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാം. എന്നാൽ ആ കുട്ടിക്ക് സ്കൂളിൽ പോകേണ്ടുന്ന പ്രായമാണെങ്കിൽ ആ കുട്ടിയെ സ്കൂളിൽ വിടുക എന്നുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ കുട്ടിക്ക് രോഗം വന്നാൽ ചികിത്സിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ കുട്ടിയെ ക്രമീകൃതമായും ക്രമത്തോടുകൂടി വളർത്തിയെടുക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. വലിയ വില കൊടുക്കണം. യേശു ക്രിസ്തു വളരുന്നതിന് നമ്മൾ ഇന്ന് എന്ത് വിലയാണ് കൊടുക്കുന്നത്? ഒരു വിലയും കൊടുക്കുന്നില്ല. ആഘോഷങ്ങളുടെ തിമിർപ്പ് മാത്രമാണുള്ളത്. അതുകൊണ്ട് ദൈവജനമേ, നമുക്കെല്ലാവർക്കും യേശു ക്രിസ്തു നമ്മളിൽ വളരുവാൻ അനുവദിക്കണം. ഓരോ വർഷം കഴിയുന്തോറും യേശു ക്രിസ്തുവിലുള്ള വളർച്ച, ഒരു പക്ഷേ പൗലോസ് പറയുന്നതിൻ്റെ അർത്ഥം അതായിരിക്കും. ക്രിസ്തുവാകുന്ന തലയോളം നമുക്ക് വളരേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അനുഗ്രഹീതവും ദൈവികമായിട്ടുള്ള അർത്ഥപൂർണമായ ഒരു ക്രിസ്മസ് ആചരണമായി ഈ വർഷത്തെ നമ്മളുടെ ക്രിസ്മസ് ആഘോഷങ്ങളെല്ലാം പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
DSMCയുടെ ഈ വലിയ സംരംഭത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. സർവശക്തനായ ദൈവം നമ്മെയും നമ്മിലൂടെ സഭയെയും ലോകത്തെയും അനുഗ്രഹിക്കട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവം വാഴട്ടെ. ഭൂമിയിൽ എല്ലാവർക്കും സൗമനസ്യം ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. യുദ്ധമില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, അഭയാർത്ഥി പ്രവാഹങ്ങളില്ലാത്ത സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ എല്ലാ യത്നങ്ങളെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി ക്രിസ്മസിൻ്റെ ആശംസകളും എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞ പുതിയ സംവത്സരത്തിൻ്റെ നന്മകളും നേരുന്നു. കർത്താവിൻ്റെ കൃപ നമ്മെ വഴി നടത്തട്ടെ. ആമേൻ.